സാർ ഇപ്പോൾ എനിക്ക് തൃശ്ശൂരാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് വരുന്നത്. എനിക്ക് തൃശ്ശൂർ ഒരു വീടുണ്ട്. എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ജോബ് കിട്ടി. ഞാൻ അവിടെ പോവാണ്. ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് മേടിക്കാം. എനിക്ക് എന്തൊക്കെയാണ് ടാക്സ് ഇംപ്ലിക്കേഷൻസ് വരിക? ഇൻകം ടാക്സിൽ നമുക്ക് പ്രോപ്പർട്ടികൾ, നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാറുണ്ട്. സാധാരണ ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം ടാക്സബിൾ ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യലായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് നിങ്ങൾക്ക് 2 റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വരെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് റെന്റൽ ഇൻകം കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ സിനാരിയോയിൽ ആ വ്യക്തി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുള്ള ആളുടെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരാൾ വീട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് 2 വീട്, ഒന്ന് നാട്ടിലുള്ള വീടും പിന്നെ തിരുവനന്തപുരത്തുള്ള വീടാണ്. ഈ 2 വീടിനും ആൾക്ക് റെന്റൽ ഇൻകം കാണിക്കേണ്ട ആവശ്യമില്ല. അത് ലെറ്റ് ഔട്ട് ചെയ്ത പോലെ കണക്കാക്കില്ല. അപ്പോൾ ഇൻകം ടാക്സിൽ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റാണ് അതിൽ വരുന്നത്. പല സെലിബ്രിറ്റീസിനും ഇങ്ങനത്തെ ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആൾക്കാരുണ്ടാവും. സിനിമാ നടന്മാരെല്ലാവരും ഒന്നിൽ കൂടുതൽ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പല ക്ലയൻസും ഇതുപോലെ കൂടുതൽ വീടുകളുള്ള ആൾക്കാർക്ക് 2 വീടിനും മീതിലുള്ളവർ അവർ ടാക്സ് പേ ചെയ്യാറുണ്ട്. ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് കാണിച്ചിട്ട് ടാക്സ് പേ ചെയ്യാറുണ്ട്. അതിൽ പല ടാക്സ് സേവിങ് ടെക്നിക്സും ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് വേക്കൻസി അലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.